പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റോ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷമുള്ള കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ആദ്യത്തേത് ജഡ്ജ്മെൻറ്റ് ഡേ സ്റ്റോറിയെ സംബന്ധിച്ചാണ്. ജഡ്ജ്മെൻറ്റ് ഡേയുടെ പുതിയ ഫാക്ഷനെ സംബന്ധിച്ചും പുതിയ മെമ്പേഴ്സിനെ സംബന്ധിച്ചും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ച ഒരു അപ്ഡേറ്റ് ആയിരുന്നു. ഡെമിൻ പ്രീസ്റ്റ് വേഴ്സസ് JD മെക്ഡൊണാൾഡ് തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം നമുക്ക് ഇന്നത്തെ റോയിൽ കാണാൻ സാധിച്ചു. മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെയാണ് അവസാനിക്കുന്നത്. ഫിൻ ബാലർ വന്നിട്ട് ഡെമിൻ പ്രീസ്റ്റിനെ ആക്രമിക്കുന്നു. ഫിൻ ബാലർ മാത്രമല്ല കാർലിറ്റോ, JD മെക്ഡൊണാൾഡ്, ലിവ് മോർഗൻ, ഡൊമിനിക് മെസ്റ്റിറ്റി തുടങ്ങിയവരൊക്കെ ഡെമിൻ പ്രീസ്റ്റിനെ ആക്രമിക്കുന്നുണ്ട്. ഒരു സമയത്ത് ഫിൻ ബാലറിനെ ഒറ്റയ്ക്ക് ഡെമിൻ പ്രീസ്റ്റിൻ്റെ കയ്യിൽ കിട്ടിയെന്ന് വരെ നമ്മൾ വിചാരിച്ചു. ആ സമയത്ത് ലിവ് മോർഗൻ ഫിൻ ബാലറിനെ സേവ് ചെയ്തു. എല്ലാവരും ചേർന്ന് ആക്രമിക്കുന്ന ആ ഒരു സമയത്താണ് റിയ റിപ്ലിയുടെ നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു എൻട്രി അവിടെ കാണാൻ സാധിച്ചത്. റിയ റിപ്ലി വന്ന ഉടനെ തന്നെ ലിവ് മോർഗനെയാണ് ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. ലിവ് മോർഗനെ ഡൊമിനിക്ക് രക്ഷപ്പെടുത്തി അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് റിങ്ങിലേക്ക് കയറി JD മെക്ഡൊണാൾഡ്ക്ക് ഒരു ഹെഡ് ബട്ട് കൊടുത്തുകൊണ്ട് പിന്നീട് ഡെമിൻ പ്രീസ്റ്റിന് JD മെക്ഡൊണാൾഡ്യെ ചോക്ക് സ്ലാം ചെയ്ത് ഇടാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ റിയ റിപ്ലി, ഡെമിൻ പ്രീസ്റ്റ് തുടങ്ങിയവർ ഫേസ് റെസ്ലേഴ്സ് ആയിരിക്കുന്നു. അവർക്കിടയിൽ ഇപ്പോഴും പ്രശ്നങ്ങളില്ല. അവർ ഒരുമിച്ച് നിൽക്കുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഒരു മിക്സ്ഡ് ടാഗ് ടീം മത്സരം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത്തരത്തിലാണ് ഒരു സ്റ്റോറി അവർ ബിൽഡ് ചെയ്ത് എത്തിച്ചിട്ടുള്ളത്. എന്തായാലും ഫാൻസിൻ്റെ ഭാഗത്ത് നിന്ന് റിയ റിപ്ലിക്കും ഡെമിൻ പ്രീസ്റ്റിനും വമ്പൻ സപ്പോർട്ട് ഈ ഒരു സെഗ്മെൻറ്റിലൂടെ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് ആരാണ് ന്യൂ ഡേയെ സഹായിക്കാൻ വന്ന ആ റെസ്ലർ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ആജാന ബാഹു ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. NXTയിലൊക്കെ അങ്ങനെ വലിയ ഒരു തലത്തിൽ പുഷ് കിട്ടിയിട്ടുള്ള ഒരു റെസ്ലറൊന്നുമല്ല വന്നത്. ഒഡീസി ജോൺസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം മെയിൻ റോസ്റ്ററിലേക്ക് കഴിഞ്ഞ വർഷമാണ് എത്തിയത്. പക്ഷേ അദ്ദേഹത്തെ ഒരു സ്റ്റോറി ലൈനിൽ പോലും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ജോബർ കണക്കിന് പോയിട്ടുള്ള ഒരു പരിഗണന കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ന്യൂഡേയെ സേവ് ചെയ്യാൻ വന്ന ഒഡീസി ജോൺസിൻ്റെ ആ ഒരു പ്രകടനം, ഓതേഴ്സ് ഓഫ് പെയിനിലെ 2 മെമ്പേഴ്സിനെയും ഒരേ സമയത്ത് അദ്ദേഹം ലിഫ്റ്റ് ചെയ്ത് ആ ഒരു മൂവ് ചെയ്തതൊക്കെ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട്. അപ്പോൾ ഒഡീസി ജോൺസിന് ഇനി ന്യൂഡേയും ഒത്തിട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കും കിട്ടാൻ പോകുന്നത് എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ന്യൂഡേ ടീമിനുള്ളിൽ ഒരു ബ്രേക്കപ്പ് ഉടനെ നടക്കുമെന്നുള്ളതും ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഒഡീസി ജോൺസ് വന്നതിൽ സേവിയർ വുഡ്സിന് വലിയ സന്തോഷമില്ല എന്നുള്ളത് ഏകദേശം നമുക്ക് ആ ഒരു മുഖഭാവമൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നീടുള്ള ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലും സേവിയർ വുഡ്സിൻ്റെ ഒരു തെളിഞ്ഞ മുഖം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം കോഫി കിങ്സ്റ്റൺ ആണ് ഈ ഓതേഴ്സ് ഓഫ് പെയിൻ എന്ന് പറയുന്ന ടീമിനെ എതിരെ വിജയിക്കാനുള്ള ഒരു സഹായം പോലെ ഒഡീസി ജോൺസിനെ കൊണ്ടുവന്നത്. അപ്പോൾ സേവിയർ വുഡ്സിന് കിരൺ ക്രോസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണോ, കോഫി തന്നെ ഉപയോഗിക്കുകയാണോ എന്നുള്ള തോന്നലൊക്കെ മനസ്സിൽ ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു രീതിയിലേക്കാണ് സ്റ്റോറി അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒഡീസി ജോൺസിൻ്റെ ഈ ഒരു വരവ് അത് ഗംഭീരമാക്കിയിട്ട് അവർക്ക് ഇന്നത്തെ സ്റ്റോറിയിൽ കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു സെഗ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അവസാനമായി പങ്കുവെക്കാനുള്ളത് വൈറ്റ് സിക്സിൻ്റെ ഇൻ റിംഗ് ഡെബ്യൂവിനെ സംബന്ധിച്ചാണ്. റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ വൈറ്റ് സിക്സിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ജോ ഗേസി, ഡെക്സ്റ്റർ ലൂമിസ്, എറിക് റോവൻ തുടങ്ങിയവർ നേരിട്ടത് അമേരിക്കൻ മെയ്ഡ് എന്ന് പറയുന്ന ജെഡ് ഗേബിളിൻ്റെ പുതിയ ടീമിനെയാണ്. ജെഡ് ഗേബിൾ അതുപോലെ തന്നെ ക്രീഡ് ബ്രദേഴ്സ് ഇവർക്കെതിരെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു ഡെബ്യൂ വൈറ്റ് സിക്സിൻ്റെ നടന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. വൈറ്റ് സിക്സിൻ്റെ ഒരു ടീമുമൊക്കെ അതിഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ ഒരു പവർ ഹൗസ് റെസ്ലേഴ്സ് ആയിരുന്നു വൈറ്റ് സിക്സിലുള്ള എല്ലാവരും എന്നുള്ളത് കൊണ്ട് തന്നെ കാണാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ സ്റ്റോറി ലൈൻ എലമെൻറ്റുകളും അവർ പറഞ്ഞു പോയിട്ടുണ്ട്. അതായത് എൻട്രൻസ് സ്റ്റേജിൽ ആ ബ്രേവൈറ്റിൻ്റെ തീം മ്യൂസിക് ഇട്ടതും ആ ബ്രേവൈറ്റ് ഇരിക്കാറുള്ള ചെയർ കുറഞ്ഞു വെച്ചതും അതിൻ്റെ മുകളിൽ ആ ഒരു റാന്തൽ വെച്ചതും എല്ലാ സ്റ്റോറിയും അവർ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ വൈറ്റ് സിക്സിന് തന്നെയാണ് ആ ഒരു മെയിൻ ഇവൻറ്റിലെ 6 മാൻ ടാഗ് ടീം മത്സരത്തിൽ ഒരു വിജയം കിട്ടിയത്. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്കിൾ ഹൗഡിയുടെ ഡെബ്യൂ മാച്ചിനാണ്. അങ്കിൾ ഹൗഡി വേഴ്സസ് ജെഡ് ഗേബിൾ തമ്മിലുള്ള ഒരു മത്സരം നമുക്ക് ബാഷ് ഇൻ ബെർലിൻ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അത്തരത്തിൽ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ വൈറ്റ് സിക്സിന് ഇനി ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റോറി ലൈനുകളും ഇപ്പോൾ റോയിലൂടെ ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇനി വരുന്ന വീഡിയോയിലൂടെ പങ്കുവെക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.